രാവിലെ കൂട് വന്ന് തുറന്നതാണ്. ഓടി വന്ന് ചാടുന്നത് അവരുടെ പുഴയിലേക്കാണ്. അവരുടെ പുഴ പറഞ്ഞാൽ ഈ തെങ്ങിൻ്റെ ചൂടാണ്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഈ പാലക്കാട് ജില്ലയിൽ നല്ല ചൂടാവുമ്പോൾ ഇതുപോലൊന്നും കുളിക്കാൻ പറ്റില്ല. ആ സമയത്തുള്ള ആ സങ്കടം അവർ ഇപ്പോൾ തീർക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മതി വരുവോളം അവർ നീന്തി കുളിക്കുന്നുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള അവരുടെ പരിപാടി ഇതാണ്, പുല്ല് തിന്നുക എന്നുള്ളതാണ്. എല്ലാവരും പുല്ല് തിന്നാറുണ്ട് ഇങ്ങോട്ട് കയറിയിട്ട്. അപ്പോൾ ചെമ്പനാണ് കാവലായിട്ട് കിടക്കുന്നത്. ചെമ്പൻ ഒരു തെരുവിൽ കിടന്ന് വളർന്ന ആളായതുകൊണ്ട് അവന് കെട്ടിടാനൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കെട്ടിട്ട് വളർത്താനൊന്നും പറ്റില്ല. അപ്പോൾ അവന് ഇങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കിടക്കും. അങ്ങനെ അധികം എവിടേക്കും പോകില്ല. നല്ല ഇണക്കാണ് എല്ലാവരോടും. അപ്പോൾ അവനാണ് കാവലായി കിടക്കുന്നത്. ഒരു വട്ടം ഞാൻ ചെമ്പിനെ കെട്ടിയിട്ടതാണ്. പക്ഷെ അവൻ കൊല്ലുന്ന രീതിയിലുള്ള നിലവിളിച്ച് കരയിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അഴിച്ചു വിട്ടു. ആൾക്കാർക്ക് അടുത്തുള്ളവർക്കൊക്കെ ശല്യമാവില്ലേ. അപ്പോൾ അവന് ഇങ്ങനെ തന്നെ വളരുകയാണെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. നല്ല ചെറുപ്പത്തിലേ തെരുവിൽ കടന്ന് വളർന്നതാവുകൊണ്ട് അവന് ഫുഡ് കൊടുത്ത ആൾക്കാരെയും ആ പരിസരം കാണാൻ അവന് പോയിട്ടൊന്ന് വരണം. അത്രയേ ഉള്ളൂ അവന്. പുല്ല് തീറ്റ കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ കടക്കും കേട്ടോ, റോഡ് സൈഡിൽ കടക്കും. അപ്പോൾ ഇവർക്ക് നല്ല പ്രായമുണ്ട്. റോഡും വണ്ടിയും ഒക്കെ ഇവർക്ക് പരിചിതമാണ്. അപ്പോൾ അവർ റോഡ് സൈഡിൽ നിന്ന് പുല്ല് തിന്നുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം അവരുടെ അമ്മേനെ ആരോ മോഷ്ടിച്ച് കൊണ്ടുപോയി. ചന്ദന കളറ് താറാവില്ലേ, അതിൻ്റെ അമ്മേനെയാണ് കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയി മോഷ്ടിച്ചതാണെന്ന് പറയാൻ കാരണമുണ്ട്. ആ കറുത്ത താറാവ് എൻ്റെ അല്ല. അപ്പോൾ അമ്മയോട് ഒരാൾ ചോദിച്ചായിരുന്നു, നിങ്ങളുടെ പെൺതാറാവിന് തരുമോ, ഞങ്ങളൊരു ആൺ താറാവിന് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ പോയി. അപ്പോൾ ബൈക്കിലായിരുന്നു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ താറാവിനെ കാണാനില്ല. അപ്പോൾ അങ്ങനെ ഈ താറാവിനെ പകരം കാണുന്നുമുണ്ട്. ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല, 2 താറാവ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വിട്ടു. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ താറാവ് പോയിണു എന്നുള്ളത്. വണ്ടിയൊക്കെ അടുത്ത് കൂടെ പോയാൽ ഇവരിങ്ങനെ തന്നെ കിടക്കും, മെയിൻറ്റ് ചെയ്യാതെ. അതാണ് പെട്ടെന്ന് പിടിച്ചു കൊണ്ടുണ്ടാവും. അപ്പോൾ ഈ താറാവിനെ ഇവിടെ ആക്കിയിട്ട് മറ്റേതിനെ കൊണ്ട് പോർക്കുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച പോലെയൊന്നും അവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിലില്ലാത്ത സമയത്താണ് എന്തായാലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പോയി നോക്കിയേനെ. കുക്കുർ നന്നായി കുരച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ ഇല്ലാത്തതുകൊണ്ടുള്ള കുരയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും വീട്ടുകാർ. അപ്പോൾ അവനെ കെട്ടിട്ടിരിക്കല്ലേ, അപ്പോൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പുള്ളിത്താറാവിനെയാണ് ആൾക്കാർ പിടിച്ചത്. അപ്പുറത്ത് കിടക്കുന്നതാണ് അതിൻ്റെ മകള്. ഇപ്പോൾ ഇവർ തമ്മിൽ നല്ല ഇണക്കാണ്. ആദ്യം ഇവനെ കണ്ടാൽ പേടിച്ച് ഓടുമായിരുന്നു. അമ്മയെ കാണാതെ കുറേ ദിവസം കരഞ്ഞ് നടന്നായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറി. ഇവനെ എന്തായാലും സുഖമായി. ഇവനെ ഒരിക്കലും ഇവിടെ അതുകൊണ്ട് കൊല്ലില്ല. അപ്പോൾ ഇവൾക്ക് കൂട്ടായി എന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഇവളുടെ അമ്മ പോയി. അതിനെ അവരെന്തായാലും അങ്ങനെ ജീവിക്കാൻ അനുവദിക്കില്ല, അത് ഉറപ്പാണ്. കൊല്ലും. നല്ല ബുദ്ധിയാണ്. വിളിച്ച് ഓടി വരുന്ന താറാവാണ്. എൻ്റെ വീഡിയോ പിടുത്തം കണ്ട് എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്, എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട്. അപ്പോൾ മറ്റവനിപ്പോൾ ഇണങ്ങി വന്നു കേട്ടോ. ഇവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ.